ഈശോമിശിഹായിലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 74-ാമത്തെ സങ്കീർത്തനമാണ്. ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള ഒരു വിലാപ ഗാനമാണ് ഇത്. എന്നാൽ തകർച്ചകളുടെ നടുവിലുള്ള വലിയ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തന ഭാഗം. 23 തിരുവചനങ്ങൾ. തകർന്നു കിടക്കുന്ന ദേവാലയത്തെ കണ്ടുകൊണ്ട് ജനം വിലാപം നടത്തുന്നു. ഒപ്പം അവര് സ്രഷ്ടാവായിട്ടുള്ള ദൈവത്തെ ഓർത്ത് നിലവിളിക്കുകയും ചെയ്യുന്നു. അവരുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ അവിടുന്ന് അനുഗ്രഹം വർഷിക്കണമേ. ദൈവജനത്തിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ്. ജനം ഇപ്രകാരം ചോദിക്കുന്നു: ദൈവം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇടപെടാത്തത്? ദേവാലയത്തിന്റെ നാശം, ദൈവജനത്തിന്റെ ദുരവസ്ഥയും ഈ സങ്കീർത്തനത്തിൽ ഉടനീളം എടുത്തു കാണുന്നു. പഴയ നിയമ ജനതയുടെ കഷ്ടതകളുടെ ഒരു ചരിത്രമാണ് ഈ സങ്കീർത്തനം പ്രതിപാദിക്കുന്നത്. പരിത്യക്തതയുടെ നടുവിലായിരിക്കുമ്പോഴും പ്രത്യാശയുടെ അടയാളമാണ് പ്രവാചകരിലൂടെ ദൈവം നടത്തുന്നത് എന്ന് സങ്കീർത്തകൻ പറയുന്നു. പുതിയ നിയമത്തിൽ ദൈവജനമാണ് ദേവാലയം. ശരീരമാകുന്ന ദേവാലയത്തെ നശിപ്പിക്കുന്നവനാണ് യഥാർത്ഥമായിട്ടുള്ള ശത്രു എന്ന് 1 കൊരിന്ത്യസിന്റെ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ആലയമാണ് നമ്മളുടെ ശരീരം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം: കർത്താവിന്റെ ആലയമായിട്ടുള്ള നമ്മളുടെ ശരീരങ്ങളെ പരിശുദ്ധവും പവിത്രവുമായിട്ട് കാത്തുകൊള്ളുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ശരീരത്തിന്റെ ചിന്തകളിലും പ്രവർത്തനത്തിലും വലിയ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ശരീരത്തിന്റെ മഹനീയത ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് നിനക്ക് തിരിച്ചു തരുവാനായിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. ഞങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നുള്ള ബോധത്തിൽ ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.